ഇറാൻ സൈന്യം തട്ടിക്കൊണ്ടുപോയ ഇസ്രായേൽ കപ്പലിലെ ഇന്ത്യക്കാരെ നിരുപാധികം വിട്ടയച്ചു. ഇസ്രായേൽ കപ്പൽ തട്ടിക്കൊണ്ടുപോയ ഇറാന്റെ നടപടിയിൽ ഇന്ത്യയ്ക്ക് വൻ നയതന്ത്ര വിജയം. ഇത് ഇറാൻ ഇന്ത്യയ്ക്ക് മുന്നിൽ കീഴടങ്ങിയതിന് തുല്യമാണ്. ഇന്ത്യക്കാരെ ഇസ്രായേൽ കപ്പലിൽ ജോലി ചെയ്തു എന്ന കാരണത്താൽ തട്ടിക്കൊണ്ടുപോയി ബന്ദിയാക്കിയത് തെറ്റാണ് എന്നും പറ്റിയ തെറ്റിന് മാപ്പ് എന്നും ഇപ്പോൾ ഇറാന്റെ നടപടിയെ വ്യാഖ്യാനിക്കാം. ഇറാന്റെ കസ്റ്റഡിയിൽ ഒരു ഇന്ത്യക്കാരനും ഉണ്ടാവില്ല എന്നും ഇറാന് ഇന്ത്യൻ പൗരന്മാരെ തടവിലാക്കാൻ അധികാരമില്ല എന്നും ഈ വിഷയത്തിന്റെ ആദ്യം ഇന്ത്യൻ വിദേശകാര്യ വകുപ്പ് അക്കമിട്ട് നിരത്തിയത് ഇപ്പോൾ അക്ഷരാർത്ഥത്തിൽ നരേന്ദ്രമോദി നടപ്പാക്കി. നയതന്ത്രത്തിലാണ് ഇറാന്റെ മനസ്സ് മാറ്റി ഇന്ത്യക്കാരെ മോചിപ്പിച്ചത്. ഒരു നയതന്ത്ര മുന്നേറ്റത്തിൽ ടെഹ്റാൻ പിടിച്ചെടുത്ത ഇസ്രായേൽ ബന്ധമുള്ള കപ്പലിലെ ഇന്ത്യൻ നാവികരിൽ 5 പേരെ വ്യാഴാഴ്ച മോചിപ്പിച്ച് ഇറാനിൽ നിന്ന് പുറപ്പെട്ടതായി ഇറാനിലെ ഇന്ത്യൻ എംബസി ഇപ്പോൾ ഔദ്യോഗികമായി അറിയിച്ചു. ഇന്ത്യൻ എംബസി അവരുടെ മോചനത്തിന്റെ വിശദാംശങ്ങൾ പങ്കിടുമ്പോൾ മോചനം നേടിയവരുടെ കുടുംബങ്ങൾ കേന്ദ്ര സർക്കാരിനും നരേന്ദ്രമോദിക്കും നന്ദി പറഞ്ഞു. നിലപാട് മാറ്റിയ ഇറാൻ രാജ്യത്തിനും നന്ദി പറഞ്ഞു. പ്രതിസന്ധി പരിഹരിക്കാൻ ഇടയാക്കിയ ഇന്ത്യൻ നീക്കത്തിന് ഇറാൻ അധികാരികൾ നരേന്ദ്രമോദിക്കും നന്ദി പറഞ്ഞു. ബന്ദർ അബ്ബാസിലെ ഇന്ത്യൻ കോൺസുലേറ്റുമായും അടുത്ത ഏകോപനത്തിന് ഇറാനിയൻ അധികാരികൾക്ക് നന്ദി പറയുകയായിരുന്നു. ഇതോടെ എംഎസ്സി ഏരീസിലെ 5 ഇന്ത്യൻ നാവികർ മോചിതരായി. വൈകുന്നേരം ഇറാനിൽ നിന്ന് പുറപ്പെട്ടു. ഇവർ ഇന്ന്, അതായത് മെയ് 10-ന് ഇന്ത്യയിൽ എത്തിച്ചേരും. MEA ഔദ്യോഗിക വക്താവ് രൺധീർ ജയ്സ്വാൾ എക്സിൽ പോസ്റ്റ് ചെയ്തു. ഇവിടെ നരേന്ദ്രമോദി പരാജയപ്പെടുത്തിയ ഇറാന്റെ നീക്കം ഇതാണ്: ഇന്ത്യക്കാരെ വച്ച് ഇസ്രായേലിന് മുന്നിൽ വിലപേശുക. ഇന്ത്യൻ നാവികരെ വിട്ടുകിട്ടാൻ നരേന്ദ്രമോദിയും ഇന്ത്യയും ഇസ്രായേലിനെതിരായ നിലപാട് സ്വീകരിക്കണം. ഗാസ യുദ്ധം നിർത്താൻ ആവശ്യപ്പെടണം. അങ്ങനെ ഇന്ത്യയെ ഇസ്രായേൽ വിരുദ്ധ പക്ഷത്തും ഹമാസ് പക്ഷത്തും നിർത്താൻ ഇറാൻ നടത്തിയ ബന്ദി നാടകം ചീറ്റിപ്പോവുകയായിരുന്നു. അത്യുഗ്രമായ ഇന്ത്യൻ ഇസ്രായേൽ ബന്ധത്തിൽ ഒരു പോറൽ പോലും, അതായത് ഒരു മുടിനാരിന്റെ മാറ്റം പോലും ഇല്ലാതെയാണ് ഇപ്പോൾ ഇറാന്റെ കസ്റ്റഡിയിൽ നിന്നും 5 നാവികരും മോചിതരാകുന്നത്. ഏപ്രിൽ 13-ന് 17 ഇന്ത്യൻ പൗരന്മാരുമായി ഇസ്രായേലുമായി ബന്ധമുള്ള ചരക്ക് കപ്പൽ ഇറാൻ പിടിച്ചെടുക്കുകയായിരുന്നു. ലബനോനിലെ ഇറാന്റെ കോർപ്സിനെ ഇസ്രായേൽ മിസൈലിട്ട് കൊലപ്പെടുത്തിയതിന്റെ പ്രതികാരവും ഗാസയിൽ നിന്നും ഇസ്രായേൽ പിൻവാങ്ങാനും ആയിരുന്നു കപ്പൽ തട്ടിയെടുത്തത്. ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് നേവി ഹോർമുസ് കടലിടുക്കിന് സമീപം കണ്ടെയ്നർ കപ്പൽ പിടിച്ചെടുക്കുകയായിരുന്നു. MSC ഏരീസ് എന്ന കപ്പൽ ഗൾഫിൽ നിന്നും ചരക്കുകളുമായി യാത്ര തിരിക്കവെയാണ് ഇറാൻ തട്ടിയെടുത്തത്. ഏപ്രിൽ 13-ന് ഇറാൻ പിടിച്ചെടുത്ത ഇസ്രായേലുമായി ബന്ധിപ്പിച്ച ചരക്ക് കപ്പലായ MSC ഏരീസ് 17 ഇന്ത്യൻ ജീവനക്കാരിൽ ഒരാളായ കേരളത്തിലെ തൃശൂർ സ്വദേശിയായ ആൻ ടെസ ജോസഫ് ഏപ്രിൽ 18-ന് സ്വന്തം നാട്ടിലേക്ക് സുരക്ഷിതമായി മടങ്ങിയിരുന്നു. 17 ഇന്ത്യൻ ക്രൂ അംഗങ്ങളിൽ ഒരാൾ സുരക്ഷിതമായി ഇന്ത്യയിലേക്ക് മടങ്ങിയിട്ടുണ്ട് എന്നും മറ്റുള്ളവർ സുരക്ഷിതരാണ് എന്നും വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചിരുന്നു. അവരുടെ കരാർ ബാധ്യതകൾ പൂർത്തീകരിച്ച ശേഷം അവരെ വിട്ടയക്കുമെന്ന് കൂട്ടിച്ചേർത്തു. MEA വക്താവ് രൺധീർ ജയ്സ്വാൾ ഏപ്രിൽ 25-ന് പ്രതിവാര പത്രസമ്മേളനത്തിൽ അറിയിച്ചതാണ് ഈ വിവരം. ഇറാൻ ഇന്ത്യക്കാരെ ബന്ദിയാക്കിയതിലൂടെ വ്യക്തമാകുന്നത് ലക്ഷ്യം നേടാൻ എന്ത് നെറികെട്ട രീതിയും ചെയ്യും എന്ന് തന്നെയാണ്. ഇറാനുമായി ഒരു വിഷയവും ഇല്ലാതെ സമാധാന സമയത്ത് തന്നെയാണ് ഇന്ത്യക്കെതിരെ ഈ നീക്കം ഇറാൻ നടത്തുകയും ഇന്ത്യക്കാരെ ബന്ദിയാക്കി നാടകം കളിച്ചതും. ഇറാന്റെ പരിപ്പ് ഈ കലത്തിൽ വേഗില്ല എന്ന ശക്തമായ സന്ദേശം തന്നെയാണ് ഭാരത സർക്കാർ നൽകിയത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.